അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 4ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് താരീഖ് അതിൽ 6ാം പാഠത്തിൻ്റെ റിവിഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി നമ്മൾ 7ാം പാഠത്തിൻ്റെ റിവിഷൻ നോക്കുന്നത്. എന്താ പാഠത്തിൻ്റെ പേര്? ദൗത്യം പുറം നാട്ടിലേക്ക്. എന്താ ദൗത്യം എന്ന് പറഞ്ഞാൽ? ദൗത്യം എന്ന് പറഞ്ഞാൽ പണി. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ ചെയ്യുന്നത്? ആളുകളെ നന്നാക്കുക, അല്ലേ? ആളുകൾക്ക് നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക, ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുക. ആ കാര്യം മക്കയിൽ മാത്രമല്ല മക്കൻ്റെ പുറത്തേക്കും എത്തിക്കുന്നു. അതാണ് ഈ പാഠത്തിൽ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കത്ത് ആയിരിക്കുന്ന സമയത്ത് മദീനയിൽ നിന്ന് കുറച്ച് ആളുകൾ നബിനെ കാണാൻ വേണ്ടി വന്നു. ആ കാണാൻ വേണ്ടി വന്ന സമയത്ത് നബി തങ്ങൾ അവരോട് സംസാരിച്ചു. ആ സംസാരിച്ച സ്ഥലമാണ് നിങ്ങൾ ഈ കാണുന്ന ചിത്രത്തിൽ കാണുന്ന സ്ഥലം. ഇവിടെ ഒരു പള്ളി ഉണ്ടാക്കി, പിന്നീട് ഒരു പള്ളി ഉണ്ടാക്കി. ആ പള്ളിയാണിത്. അപ്പം നബി തങ്ങളെ കാണാൻ വന്ന ആളുകളും സംസാരിച്ച സ്ഥലം ഇവിടെ വെച്ചിട്ടാണ്. ഓക്കെ, ഇതെവിടെയാണ് സ്ഥലം എന്നറിയോ? ഇത് മക്കത്ത് മിന എന്ന് പറയുന്ന സ്ഥലം. എന്താ മിന എന്ന് പറഞ്ഞാൽ? നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ഈ ഹജ്ജ് ചെയ്യാൻ പോകുമ്പോൾ ഹജ്ജിൽ ഇങ്ങനെ എറിയുന്ന സ്ഥലം കണ്ടിട്ടുണ്ട് അല്ലേ? ഒരു തൂണിനിങ്ങനെ എറിയുന്ന കണ്ടില്ലേ? ആ എറിയുന്ന നാടാണ് മിന. അവിടെയാണ് എന്തുള്ളത്? ഈ പള്ളി ഉള്ളത്. ഇവിടെ വെച്ചിട്ടാണ് നബി തങ്ങളും അവരും തമ്മിൽ സംസാരിച്ചത്. അപ്പോൾ ഇവിടെ ചോദ്യമുണ്ട്, നബി തങ്ങൾ സംസാരിച്ച് എവിടെ വെച്ചിട്ടാണ്? മിനായിൽ. അപ്പം തന്നെ നമ്മളത് പഠിച്ചു കഴിഞ്ഞു, മിന അല്ലേ? ഇനി നമുക്ക് ഇവിടെ നിന്ന് വായിച്ചു നോക്കാം. അതാ അവിടെ ഒരു മരച്ചുവട്ടിൽ നിന്ന് ഒരു സംസാരം കേൾക്കുന്നു. തീർത്ഥാടനത്തിന് വന്നവരാരോ ആയിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനായിൽ ആ സംസാരം കേൾക്കുന്ന ഭാഗത്തേക്ക് നടന്നു. അപ്പം മിനയിൽ വെച്ചിട്ടാണിത്. രാത്രിയാണെങ്കിലും ഒരു മങ്ങിയ വെളിച്ചമുണ്ട്. ആ വെളിച്ചത്തിൽ അവരെ കണ്ടു. ആരെ? അവിടെ വന്ന ആളുകളെ. എവിടുന്നാണ് അവർ വന്നത്? ഇതാ മദീനയിൽ നിന്ന് വന്നവരാണ്. അപ്പൊ 2 പോയിന്റ് നമ്മൾ പഠിച്ചു. നബി കണ്ടുമുട്ടിയ സ്ഥലം എവിടെ വെച്ചിട്ടാണ്? മിനായിൽ വെച്ച്. അവരെവിടെ വന്ന ആളുകളായിരുന്നു? മദീനയിൽ നിന്ന്. ഇനി അവരെത്ര പേരുണ്ടായിരുന്നു? 6. ഇത് മദീനയിൽ നിന്ന് ആദ്യം വന്ന ടീം 6ആണ്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ആളുകൾ വരും. അതിലെത്ര ആളുകളുണ്ട്? 12. അപ്പൊ ഇതിന്റെ ഇരട്ടിയാണ് അത് അങ്ങനെ ഓർത്തു വെച്ചാൽ മതി. ഇവിടെ 6. 6ന്റെ ഇരട്ടി എത്ര? 6ലേക്ക് 6 കൂട്ടിയാൽ എത്ര? 12. അപ്പൊ ആദ്യം വന്ന ആളുകൾ 6. അടുത്തത്, ത്വായിഫിൽ നിന്ന് മടങ്ങി വന്നതിന് ശേഷം ഇങ്ങനെ കണ്ടുമുട്ടുന്ന വിദേശികളുമായി സംസാരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പതിവായിരുന്നു. എന്താ പറഞ്ഞത്? അതായത് നബി തങ്ങൾ ത്വായിഫിലേക്ക് പോയി, അവിടുന്ന് ആളുകൾ സ്വീകരിച്ചില്ല, നബിനെ ഉപദ്രവിച്ചു എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചു അല്ലേ? അങ്ങനെ അവിടുന്ന് വന്നതിന് ശേഷം മദീനയിൽ നിന്നും മറ്റു പല നാടിൽ നിന്നും നബിനെ കാണാൻ വേണ്ടി ആളുകൾ എന്ത് ചെയ്യാറുണ്ട്? സാധാരണ ഇങ്ങനെ വരാറുണ്ട് എന്നാണ് പറയുന്നത്. അവരോട് തന്നെ കുറിച്ചും തൻ്റെ ദൗത്യത്തെക്കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചു. എന്താ തന്നെ കുറിച്ച് പറഞ്ഞാൽ? അതായത് നബിനെ കുറിച്ച് പറയാം. അതായത് ഞാൻ അള്ളാഹുവിൻ്റെ നബിയാണ്, നിങ്ങൾ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, നിങ്ങൾ ഈ പൂജിക്കുന്ന ബിംബത്തിനൊന്നും ആരാധിക്കാൻ പാടില്ല, ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. ദൗത്യം എന്ന് പറഞ്ഞാൽ നബിയാണെന്നുള്ള കാര്യവും ഒക്കെ സംസാരിച്ചു. അവർക്കത് ഇഷ്ടവും ബോധ്യവുമായി. ആർക്ക്? നബിനെ കാണാമെന്ന ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു, അത് ബോധ്യപ്പെട്ടു പറഞ്ഞാൽ അത് മനസ്സിലായി. അവർ ഇസ്ലാം മതം സ്വീകരിച്ചു. അപ്പൊ അവർ മുസ്ലിങ്ങളല്ല. അപ്പൊ നബിനെ കാണാമെന്ന ആളുകൾ എന്തല്ല? മുസ്ലിങ്ങളല്ല. പക്ഷെ നബിനെ കുറിച്ചുള്ള പലതും കേട്ടിട്ട് നല്ല മനുഷ്യനാണ്, നല്ല സ്വഭാവമുള്ള ആളാണെന്നൊക്കെ കേട്ടിട്ട് നബിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്ന ആളുകളാണ്. അപ്പൊ അവർക്ക് നബിന്റെ സ്വഭാവം കണ്ടിട്ട് നബിനെ എന്ത് ചെയ്തു? ഇഷ്ടപ്പെട്ടു. ഇഷ്ടവും ബോധ്യവുമായി എന്ന് പറഞ്ഞാൽ അവർക്കത് മനസ്സിലായി. അങ്ങനെ അവർ ഇസ്ലാം സ്വീകരിച്ചു. അവിടെ 3 പോയിന്റാണ് പഠിക്കുള്ളത്. അവർക്ക് ഇഷ്ടപ്പെട്ടു, ബോധ്യമായി, ഇസ്ലാം സ്വീകരിച്ചു. ഓക്കെ, ഇത് എത്രാമത്തെ വർഷമായിരുന്നു? നുബുവത്തിന്റെ 11ാം വർഷം. ഓക്കെ, കറക്റ്റ് അല്ലേ? നുബുവത്തിന്റെ 11 ഓർത്തു വെക്കണേ. ഈ പോയിന്റുകളാണ് ഇവിടെ ഓർത്തു വെക്കേണ്ടത്. ഇനി ബാക്കി വായിക്കാം. അവർ നാട്ടിൽ തിരിച്ചെത്തി പലരോടും ഈ വിവരം പറഞ്ഞു. അവർക്കെല്ലാം ഇസ്ലാമിനെ കുറിച്ച് അറിയുവാൻ താല്പര്യമുണ്ട്. അപ്പം നബിൻ്റെ സ്വഭാവവും നബിനെ കുറിച്ചും ഇസ്ലാമിനെ കുറിച്ചൊക്കെ പഠിച്ച് മനസ്സിലാക്കിയ ആളുകൾ മദീനത്തെത്തി. അങ്ങനെ മദീനത്തുനിന്ന് ആളുകളൊക്കെ എന്ത് ചെയ്തു? ഇതിനെക്കുറിച്ച് കേട്ട് അവരൊക്കെ നബിനെ കാണാൻ വേണ്ടി വന്നു. ഒരു അന്ത്യപ്രവാചകൻ വരാനുണ്ടെന്നും, അന്ത്യപ്രവാചകൻ എന്ന് പറഞ്ഞാൽ അവസാനത്തെ പ്രവാചകൻ, അത് അറബികളിലാണ് വരിക എന്നും അവർ പണ്ടേ യഹൂദികളിൽ നിന്ന് കേൾക്കുന്നതാണ്. യഹൂദികൾ പറഞ്ഞാൽ ആരാണ്? ജൂതന്മാരായ ആളുകൾ. ആ ജൂതന്മാരായ ആളുകൾ പണ്ടേ പറയുന്ന ഒരു കാര്യമാണ് എന്ത്? അവസാനം ഒരു നബി വരാനുണ്ട്, ആ നബി അറബികളിൽ നിന്നുള്ള ആളായിരിക്കും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇത് ആ പ്രവാചകനായിരിക്കാം എന്ന് അവരുടെ മനസ്സ് പറഞ്ഞു. അപ്പൊ അവരുടെ മനസ്സിൽ ഉറപ്പിച്ചു ഇത് ആ നബി തന്നെയാണ്. അടുത്ത വർഷവും തീർത്ഥാടന കാലത്ത് അവർ മക്കയിലെത്തി.
അവരുമായി മിനായിൽ അതേ സ്ഥലത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചു. അപ്പോൾ പിന്നെയും അടുത്ത വർഷം അവിടെ ഹിജ്റ 11-ാം വർഷം, ഇവിടെ എത്ര ആയിരിക്കും? ഹിജ്റ 12-ാം വർഷം അവർ മിനയിലെത്തി. അപ്പോൾ പണ്ട് സംസാരിച്ച അതേ സ്ഥലത്ത് വെച്ച് നബി സംസാരിച്ചു. അപ്പോൾ അവർ 12 പേരുണ്ടായിരുന്നു. ഓർത്തു വെക്കണേ, 12. അപ്പോൾ 12-ാം വർഷം 12 കേട്ടോ. ഇവിടെ ഹിജ്റ എത്ര ആയിരിക്കും? ഹിജ്റ 12 ആയിരിക്കും. അവിടെ ഹിജ്റ 11 അപ്പോൾ ഹിജ്റ 11-ൽ 6, ഹിജ്റ 12-ൽ 12. ഓക്കെ. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഒരു ഉടമ്പടി ചെയ്തു. എന്താ ഉടമ്പടി പറഞ്ഞാൽ? ഉടമ്പടി പറഞ്ഞാൽ ഒരു കരാറ്, ഒരു തീരുമാനം എടുക്കുക. ഇനി ഞങ്ങളൊന്നും ചെയ്യൂല എന്ന്, തെറ്റ് ചെയ്യൂല, വേണ്ടാത്ത ചെയ്യൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന് 1-ാം അഖബ ഉടമ്പടി എന്ന് പറയുന്നു. അപ്പോൾ മദീനയിൽ നിന്ന് വന്ന ആളുകൾ നബിയുമായി ഒരു ഉടമ്പടി ചെയ്തു. ആ ഉടമ്പടിക്കാണ് എന്ത് പറയുക? 1-ാം അഖബ ഉടമ്പടി. അപ്പോൾ അത് പഠിച്ചു വെക്കുക, 1-ാം അഖബ ഉടമ്പടി. ആ വർഷം അവരോടൊപ്പം ഇസ്ലാമിനെ അവരുടെ നാട്ടിൽ പരിചയപ്പെടുത്തുവാൻ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞയച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സ്വഹാബിനെ പറഞ്ഞു വിടാണ്. എന്തിന്? അവർക്ക് ഇസ്ലാമിനെ, നിസ്കാരത്തിന്റെ കാര്യവും മറ്റുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ ഒരു സ്വഹാബിനെ വിട്ടു. എന്താണ് സ്വഹാബിന്റെ പേര്? മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. മദീനയിൽ ഇസ്ലാം അതിവേഗം വളർന്നു. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കേണ്ട പോയിന്റുകളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ചോദ്യോത്തരത്തിലേക്ക് നോക്കാം. എവിടെ വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനക്കാരെ കണ്ടുമുട്ടിയത്? വളരെ സിമ്പിളാണ്. എവിടെ വെച്ചാണ്? മിനായിൽ വെച്ച്. അവർ എത്ര പേരുണ്ടായിരുന്നു? ഇവിടെ നമ്മൾ നോക്കണം. ഇവിടെ മിന എന്ന് എങ്ങനെ എഴുതുന്നു നോക്കട്ടെ. മിനായിൽ കണ്ടില്ലേ, ഒരു യാവാണ് ഇവിടെ. പിന്നെ അവർ എത്ര പേരുണ്ടായിരുന്നു? 6 പേര്. അടുത്തത്, മദീനക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രതികരിച്ചത് എങ്ങനെയാണ്? അവർക്ക് ഇഷ്ടപ്പെട്ടു, പിന്നെ അവർ ഇസ്ലാം മതം സ്വീകരിച്ചു, ബോധ്യമായി ഇസ്ലാം മതം, അല്ലേ? ഇഷ്ടവും ബോധ്യവുമായി ഇസ്ലാം മതം സ്വീകരിച്ചു. പിന്നെ അടുത്തത്, 2-ാം പ്രാവശ്യം വന്നപ്പോൾ അവർ എത്ര പേരുണ്ടായിരുന്നു? നമ്മൾ പഠിച്ചു 6-ന്റെ ഇരട്ടി. അത്ര ഓർത്താൽ മതി. ആദ്യം വന്നത് 6 അപ്പോൾ രണ്ടാമത് വന്നത് 6ലേക്ക് 6 കൂട്ടുക, അപ്പോൾ എത്ര? 12. 2-ാം പ്രാവശ്യം അവരുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ച് എവിടെ വെച്ചാണ്? മിനായിൽ വെച്ച് തന്നെ. 1-ാമത് എവിടെ വെച്ചാണ്? അവിടെ തന്നെ. 1-ാം അഖബ നടന്നത് നുബുവത്തിന്റെ എത്രാം വർഷമാണ്? 1-ാം അഖബ നടന്നത് നുബുവത്തിന്റെ 11-ാം വർഷം. അല്ല, ഇതിന് 1-ാം അഖബ എന്ന ഉടമ്പടി എന്ന് പറയും. അപ്പോൾ അത് നുബുവത്തിന്റെ 12 11 അല്ല. ഇവിടെ 11 എഴുതി തെറ്റാ. 1-ാം അഖബ എന്ന് പറയുന്നത് എപ്പോഴാണെന്ന് അറിയോ? 2-ാമത് നബിനെ കാണാൻ വേണ്ടി വന്നില്ലേ? അത് നുബുവത്തിന്റെ എത്രാം വർഷമാണ്? 12-ാം വർഷം. കാരണം ഇവിടെ 11-ാം വർഷമായിരുന്നു നബിനെ 6 ആളുകൾ വന്ന് കണ്ടത്. അതിനുശേഷം പിന്നെ 12 ആൾ വന്നതാണ് 1-ാം അഖബ. അപ്പോൾ ഈ 1-ാം അഖബ എത്രാം വർഷമാണ് ചോദിച്ചാൽ ഹിജ്റ നുബുവത്ത് 12 അല്ല, നുബുവത്തിന്റെ 12-ാം വർഷം. ഇസ്ലാമിനെ പരിചയപ്പെടുത്തുവാനായി ഡാഷ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദീനയിലേക്ക് പറഞ്ഞയച്ചു. ആരാണ് സ്വഹാബിന്റെ പേര്? മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. അപ്പോൾ എല്ലാ ചോദ്യമായി. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ പിന്നെ എവിടെ വെച്ചിട്ടാണ്, പിന്നെ എത്ര ആളുകൾ ഉണ്ടായിരുന്നു? 6 ആളുകൾ. പിന്നെ ഹിജ്റ നുബുവത്തിന്റെ എത്രാം വർഷമായിരുന്നു? ഇവിടെ നുബുവത്തിന്റെ എത്രാം വർഷമായിരുന്നു? പിന്നെ 1-ാം അഖബ ഉടമ്പടി, ആ പേര് പഠിച്ചു വെക്കുക. ഇവിടുത്തെ സ്വഹാബിന്റെ പേര്. ഇതൊക്കെയാണ് ഈ പാഠത്തിൽ പ്രധാനപ്പെട്ട, വളരെ സിമ്പിളായ പാഠമാണ്. പക്ഷെ കുറേ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഈ പറഞ്ഞ ഭാഗങ്ങൾ മാത്രം നല്ലോണം പഠിക്കുക. ഇൻഷാ അല്ലാഹ്. അള്ളാഹു നല്ല വിജയം നൽകട്ടെ. അസ്സലാമു അലൈക്കും.